ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു പഴയ നെറ്റിൻ്റെ ഷാളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ പണ്ടൊരിക്കൽ ഹാഫ് സാരി ചെയ്തപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത ഒരു ഷാളാണ്. അന്ന് ഞാൻ ഇതേപോലത്തെ ഡിസൈൻ നെറ്റ് മുറിച്ച് വാങ്ങിയിട്ട് അതിന് ലേസും താഴെ ചെറിയ ഫ്രിൽസും ഒക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തതാണ്. അന്നത്തെ ഫോട്ടോ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഹെവിയാണ്. വർക്കിനൊക്കെ ആ ഷാളിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ പോരാത്തതിന് ഞാൻ ഫ്രിൽസൊക്കെ വെച്ചപ്പോൾ പ്രത്യേകിച്ച് ഒരു വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ഷാളായിട്ട് യൂസ് ചെയ്യാൻ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വെച്ചൊരു ഷാളാണിത്. അപ്പോൾ കുറേ നാളായി വിചാരിക്കുന്നു ഇതിനെന്തെങ്കിലും ഒരു മേക്ക് ഓവർ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനിപ്പം മോൾക്ക് ക്രിസ്മസ് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് തുണിയെടുക്കാൻ പോയപ്പോൾ ഞാൻ അവിടുന്ന് 2 മീറ്റർ സിൽക്ക് തുണിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം കറക്റ്റ് ഷെയ്ഡൊന്നുമല്ല ഞാൻ വാങ്ങിയത്, എന്നാലും ഒപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ജാക്കറ്റ് മോഡൽ വരുന്ന ഷർട്ട് കോളറൊക്കെ വെച്ചിട്ട് ജാക്കറ്റ് മോഡൽ വരുന്ന ഒരു എയർലൈൻ ടോപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഷാള് 2 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ തുണി എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും പറ്റുന്ന രീതിക്കൊക്കെ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഫ്രിൽസും ലേസും അഴിച്ച് മാറ്റി വെക്കാം. അപ്പം ഞാനിത് അതിൻ്റെ ലേസും ഫ്രിൽസൊക്കെ വെച്ചതൊക്കെ ഫുള്ളായിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ആ ഫ്രിൽസ് വെച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ് ഞാൻ ദാ ഇവിടെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. വീതിക്ക് വെച്ചിട്ട് തന്നെയാണ് മടക്കിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഫുൾ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഞാനിവിടെ ഫുൾ ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ നെറ്റിൻ്റെ വിഡ്ത്ത് തന്നെയാണ്. അത് 44 ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ലൈനിങ്ങിൽ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ലെങ്ത്തിനേക്കാളും ഒരു 3-4 ഇഞ്ച് കുറച്ചിട്ടാണ് എപ്പോഴും ലൈനിങ്ങിൽ മാർക്ക് ചെയ്യാറുള്ളത്. ഇവിടെ ഞാൻ ലൈനിങ്ങിന് ലെങ്ത് എടുക്കുന്നത് 39 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും 1 ഇഞ്ച് താഴെ മടക്കി അടിക്കാനുമായിട്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ലെങ്ത് മാർക്ക് ചെയ്ത ലൈനിൽ വെച്ചിട്ടാണ് ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊരു കോളർ വെച്ച് ചെയ്യുന്ന കുർത്തി ആയതുകൊണ്ട് തന്നെ നമ്മുടെ നോർമലായിട്ട് എടുക്കുന്ന ഷോൾഡറിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ നമ്മൾ കൂട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3/4 ഇഞ്ചാണ് കൂട്ടി കൊടുത്തിട്ടുള്ളത്. ബാക്കി അളവുകളൊക്കെ മാർക്ക് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഫോണിൽ റെക്കോർഡ് ആയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ഞാൻ ഏതൊക്കെ അളവാന്ന് മാർക്ക് ചെയ്തതെന്ന് ഒന്നും കൂടി കാണിച്ചു തരാം. നെറ്റിൽ മാത്രമായിട്ടാണ് കോളർ കൊടുക്കുന്നത്. അതുകൊണ്ട് മുകളിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലൈനിങ്ങിൽ ഞാൻ കുറച്ച് ഡീപ്പായിട്ടാണ് നെക്ക് കൊടുക്കുന്നത്. ലൈനിങ്ങിൽ നെക്ക് വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത് 4 ഇഞ്ചും നെക്ക് ലെങ്ത് കൊടുത്തിരിക്കുന്നത് 6 ഇഞ്ചും ആണ്. ഫ്രണ്ടും ബാക്കും സെയിം തന്നെയാണ് നെക്ക് ലെങ്ത് എടുത്തിട്ടുള്ളത്. ഷോൾഡർ എടുത്തിരിക്കുന്നത് 7.25 ഇഞ്ചും ആം ഹോൾ എടുത്തിരിക്കുന്നത് 6.5 ഇഞ്ചും ആണ്. ആം ഹോൾ മാർക്ക് ചെയ്ത ലൈനിൽ വെച്ചിട്ട് ചെസ്റ്റ് റൗണ്ട് 9 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഗ്യാപ്പ് ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് താഴത്തേക്ക് 14 ഇഞ്ച് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നമുക്ക് ഷേപ്പ് 8 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തു. അതേപോലെ ഷോൾഡറിൽ പിന്നെ ടാപ്പ് വെച്ചിട്ട് ഹിപ്പ് റൗണ്ട് അല്ലെങ്കിൽ സീറ്റ് റൗണ്ട് നമ്മൾ 20 ഇഞ്ചും മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ കുറച്ച് ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് 10 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് വരച്ച് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതിൽ നിന്നും ബാക്ക് വശം മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കാം. ആം ഹോള് കുഴിച്ച് വരച്ചതിൻ്റെ അവിടെ ടേപ്പ് വെച്ചിട്ട് 1/2 ഇഞ്ച് ഇറക്കിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. താഴെ നമ്മൾ ഫ്ലെയർ മാർക്ക് ചെയ്ത് അവിടുന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് കയറ്റി കൊടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സൈഡ് തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എനിക്ക്. ഇനി നമുക്ക് ഈ അളവിൽ നമ്മുടെ ഷാളും കൂടി കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഷാളിൻ്റെ വർക്ക് വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ഇങ്ങനെ വർക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം. ഒരുമിച്ചിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ഡിസൈൻ തലയിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യം ബാക്ക് ഭാഗം കട്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് 45 ഇഞ്ചാണ്. അപ്പോൾ മടക്കി അടിക്കുകയും കൂടി ചെയ്യുമ്പോഴത്തേക്ക് 43.5 ആവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ലൈനിങ്ങിന് എടുത്തതിനേക്കാളും 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിൻ്റെ ലൈനിങ് കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ലൈനിങ് കട്ട് ചെയ്തതിനെ കണക്കാക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ താഴത്തെ ആ ഫ്ലെയറിൻ്റെ ഭാഗത്ത് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കി വന്ന തുണിയിൽ ഫ്രണ്ട് ഭാഗത്തിന്റെ ലൈനിങ് കൂടി വെക്കാം. ഫ്രണ്ട് ഭാഗത്തിന്റെ ലൈനിങ് വെക്കുന്ന സമയത്ത് ആ നെറ്റിന്റെ ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് ഞാൻ വിട്ടിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ വെക്കുമ്പോൾ പ്ലാക്കറ്റ്സ് ഒക്കെ തയ്ക്കാനായിട്ടുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലാണ് നമ്മൾ ഇപ്പം കട്ട് ചെയ്ത് വെച്ച ലൈനിങ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫ്ലെയറിന്റെ ഭാഗത്ത് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബോഡി പാർട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി ദാ ഇത്ര തുണി മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഇതിന്നാണ് എനിക്കിപ്പോൾ സ്ലീവും കോളറും പിന്നെ പ്ലാക്കറ്റ്സ് തയ്ക്കാനുള്ള 2 പീസൊക്കെ എടുക്കേണ്ടത്. അതൊക്കെ എങ്ങനെയെങ്കിലും സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ നെറ്റിൽ കട്ട് ചെയ്ത് വെച്ച ആ 2 പീസും എടുത്ത് ഫോൾഡ് ചെയ്തിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. മുകളിൽ വെച്ചിരിക്കുന്നത് ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 1/2 ഇഞ്ച് ആ ഫോൾഡ് വരുന്ന ഭാഗത്ത് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തുനിന്ന് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് 3.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. താഴെ ബാക്ക് വശത്ത് വരുമ്പോൾ 3 ഇഞ്ച് തന്നെയാണ് കിട്ടുക. അപ്പം 3 ഇഞ്ച് ഇതുപോലെ ലൈനാക്കി വരയ്ക്കുക. എന്നിട്ട് നെക്ക് ലെങ്ത്ത് നമുക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത്ത് 3/4 ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് റൗണ്ടാക്കി വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്ന് ഫ്രണ്ട് ഭാഗം മാത്രം എടുത്തിട്ട് നടുവിൽ ഫോൾഡ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. നേരത്തെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് ബാക്കിയുണ്ടായ തുണിയിൽ നിന്ന് ഇതുപോലൊരു ചെറിയൊരു സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത്ര ലെങ്ത് സ്ലീവിന് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ അഴിച്ചു വെച്ച ആ ഒരു ഫ്രിൽസും കൂടി ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ലെങ്ത് കൂട്ടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും മുട്ടിന് മുകളിലേക്ക് മാത്രമേ ലെങ്ത് വരുന്നുള്ളൂ. വേറെ തുണിയില്ലാത്തത് കൊണ്ട് അത്ര വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതുപോലത്തെ 2 കുഞ്ഞ് പീസസും കൂടി വരുന്നുണ്ട്. അതിൽ കോളർ ചെയ്തെടുക്കാം. പിന്നെ ഫ്രിൽസ് അഴിച്ചതിന്റെ ബാക്കി ഭാഗത്ത് നമുക്ക് പ്ലാക്കറ്റ്സും കൂടി ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം 2 ലൈനിങ് പീസിന്റെയും നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ദാ ഇവിടെ ഇതുപോലത്തെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതിക്ക് ക്രോസ് പീസ് കട്ട് ചെയ്ത് അത് സെന്ററിലൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ഇതുപോലെ തുണീൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നെക്കിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ച് വെച്ച് അടിച്ചു കൊടുത്തിട്ട് ചെറിയ ചെറിയ കട്ടുകളൊക്കെ ഇട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ എന്താ 2 ലൈനിങ്ങിൻ്റെയും നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഷോൾഡർ ടു ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എന്താ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുത്തു. പിന്നെ ഫീഡിങ് ഉള്ളത് കൊണ്ട് ഞാൻ 2 ഇൻവിസിബിൾ സിബും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നെറ്റിൽ ഫ്രണ്ട് ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചെടുക്കാം. അതിൻ്റെ ഓപ്പണിങ് കൊടുത്ത ഭാഗത്ത് നമുക്ക് പ്ലാക്കറ്റ്സ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുർത്തീൻ്റെ ലെങ്ത്തിൽ തന്നെ 3 ഇഞ്ച് വരുന്ന ഒരു പീസും 1.5 ഇഞ്ച് വരുന്ന ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വരുന്ന ഭാഗം ലെഫ്റ്റിലും 1.5 ഇഞ്ച് വരുന്ന ഭാഗം റൈറ്റിലും ആക്കി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നോർമലി ബ്ലൗസിനും ഷർട്ടിനും ഒക്കെ പ്ലാക്കറ്റ് തയ്ച്ചു കൊടുക്കുന്ന പോലെ തന്നെയാണ്, മാറ്റൊന്നുമില്ല. അപ്പോൾ ഇതാ പ്ലാക്കറ്റ് ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. നെറ്റിലായതുകൊണ്ട് വീഡിയോയിൽ ക്ലിയർ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതാ 2 ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തത്. ഞാനിതിവിടെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ബാക്ക് കട്ട് ചെയ്ത് വെച്ച ഭാഗം എടുത്ത് നല്ല വശം വെച്ചിട്ട് ഷോൾഡർ ഒന്ന് അരയിഞ്ച് വെച്ചിട്ട് അടിച്ചെടുക്കാം.
അപ്പോൾ നമ്മളിതാ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് കോളർ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ബ്ലാക്കറ്റ് കൊടുത്ത ആ ഒരു ഭാഗം ഒഴിച്ചിട്ട് ബാക്കി റൗണ്ടായിട്ട് നമുക്കൊന്ന് അളന്നെടുക്കാം. ആദ്യം നമുക്ക് 2 ബ്ലാക്കറ്റ് വെച്ച അവിടെയും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാർക്കിങ്ങിൽ ടാപ്പ് വെച്ചിട്ട് ചുറ്റും ഒന്ന് പിടിച്ച് ഒന്ന് അളന്ന് നോക്കാം. വലിച്ച് പിടിക്കുകയൊന്നും വേണ്ട, നോർമലായിട്ട് പിടിച്ചിട്ട് ഒന്ന് കൃത്യമായിട്ടൊന്ന് അളവെടുക്കാം. 2 പ്രാവശ്യവും അളന്ന് നോക്കുന്നത് നല്ലതാണ്. കറക്റ്റ് അളവ് കിട്ടിയാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 18 ഇഞ്ചാണ്. കോളറിനായിട്ട് ഞാനിവിടെ 2 പീസ് ഇതുപോലെ നെറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് 4 ഇഞ്ചും നീളം 23 ഇഞ്ചുമാണ് എടുത്തത്. 18 ഇഞ്ചായിരുന്നു നമുക്ക് കോളർ അളന്നപ്പോൾ കിട്ടിയത്. അതിൻ്റെ കൂടെ ഒരു 5 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നടുവേ മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഫോൾഡ് വരുന്ന ഭാഗത്ത് നമ്മുടെ കോളർ ചുറ്റും അളന്നില്ലേ, അതിൻ്റെ പകുതി അടയാളപ്പെടുത്തി കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ മാർക്ക് ചെയ്തത് നമുക്കിതുപോലെ ക്രോസ് ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു 9.5 ഇഞ്ചിൻ്റെ സെൻറ്റർ പോയിന്റ് കാണണം. എന്നിട്ട് അവിടെ ഒരു മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ ഈ സെൻറ്റർ മാർക്ക് ചെയ്ത് അവിടത്തേക്കൊന്ന് ചെരിച്ച് കൂടി വരച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗമാണ് നമ്മൾ ആ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇത് നിവർത്തി വെക്കുമ്പം എങ്ങനെയാന്ന് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെതായ ഈ 3 സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശം വെച്ചിട്ട് വേണേ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കോർണർ ഭാഗം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കട്ടിങ് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടിങ് ഇട്ടിട്ട് ഇതൊന്ന് നല്ല രീതിക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പം ഈ കോർണർ ഭാഗമൊക്കെ നല്ല പോയിന്റഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൂർത്ത മുനയുള്ള സ്ക്രൂ ഡ്രൈവറോ അല്ല കത്രികയുടെ മുനയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു എഡ്ജസ് ഒന്ന് ലെവലാക്കി എടുത്തിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുർത്തീൻ്റെ നെക്കിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് നല്ല വശം വെച്ചിട്ട് വേണം അറ്റാച്ച് ചെയ്യാനായിട്ട്. ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്ലാക്കറ്റ് വെച്ചിട്ട് ആ ഒരു സ്റ്റിച്ചില്ലേ അത് ഒഴിവാക്കിയിട്ടല്ലേ അളന്നെടുത്തത്. അപ്പോൾ ആ ഒരു അളന്നത് തൊട്ടിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ച് പിടിക്കൊന്നും വേണ്ട. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കിതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തയ്യൽ തുമ്പ് കാണുന്നുണ്ടാവും. അതേപോലെ പ്ലാക്കറ്റിൻ്റെ അവിടെയും നമുക്ക് ഫിനിഷായി കിട്ടിയിട്ടുണ്ടാവില്ല. അത് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലെങ്ത്ത് ആദ്യം ഒന്ന് അളന്നെടുക്കുക. എന്നിട്ട് 2 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണി എടുക്കുക. നമ്മൾ അളന്നതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഇപ്പോൾ തുണി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നെക്കിൻ്റെ നമ്മുടെ ഉൾവശത്തേക്ക് ആയിട്ട് വെച്ച് അടിച്ചു കൊടുക്കാം. ദാ ഇതുപോലെ ഇത് നമ്മൾ എടുത്ത തുണി ഒന്ന് നടുവിലൂടെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആ പ്ലാക്കറ്റ് വെച്ചില്ലേ, ആ പ്ലാക്കറ്റ് വെച്ചതിന് കുറച്ചൊരു 1/2 ഇഞ്ച് കടത്തി വെച്ച് 1/2 ഇഞ്ച് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പുറത്തെ തട്ടെത്തുമ്പോഴും ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് വേണേ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ആ സ്റ്റിച്ച് ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പതിച്ചടിച്ചും കൂടി കൊടുത്താൽ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പും കാണൂല, ബ്ലാക്കറ്റ് വന്ന ആ ഒരു ഭാഗവും ഫിനിഷായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ കോളർ അതാ ഇതുപോലെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചീത്തവശത്തേക്ക് നമ്മൾ നേരത്തെ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ച ആ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഇത് ഇതേപോലെ ഷോൾഡറൊക്കെ വെച്ച് ലെവലാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതേപോലെ നെക്കും ഒന്ന് ഇതിലേക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഫ്രണ്ടിലത്തെ ഭാഗം ഫുള്ളായിട്ട് നെക്ക് അടിച്ചു കൊടുക്കില്ല, പകുതി വരെ മാത്രമേ അടിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് നോർമലായിട്ട് നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് അത്ര വരെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തുള്ളൂ. അതിന് ശേഷം നമ്മൾ ആദ്യം മെയിൻ ഫാബ്രിക് കൂട്ടിയടിക്കും, എന്നിട്ട് മാത്രമേ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുള്ളൂ. ഇങ്ങനെ സൈഡ് കൂട്ടിയടിക്കുമ്പോൾ നമ്മുടെ ആം ഹോൾ രണ്ടും ഫ്രണ്ടും ബാക്കും ലെവലായിട്ട് തന്നെയല്ലേ നിൽക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യണം. ആം ഹോൾ ഒന്ന് കയറിയിട്ടും ഒന്ന് ഇറങ്ങിയിട്ടും ആകുമ്പോൾ അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ ആ വേസ്റ്റിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തെടുത്ത് നമ്മളൊന്ന് ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തും. എന്നിട്ട് ഇതുപോലെ ലൈനിങ് ഒന്ന് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ആ ഒരു പോയിന്റ് തന്നെ നമ്മുടെ ആ നെറ്റിൻ്റെ ഫാബ്രിക് മാത്രം വരുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. അതിനുശേഷം നെറ്റിൻ്റെ ഫാബ്രിക് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ലൈനിങ് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ അംബർല കുർത്തിൻ്റെയും എ ലൈനിൻ്റെയും ഒക്കെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇതിലിപ്പം നമുക്ക് താഴെ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കാനുണ്ട്. സ്ലീവിന് തുണിയെത്താത്തത് കൊണ്ടാണ് സ്ലീവ് ഇങ്ങനെ ചെറുതായി പോയത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ താഴെ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലൈനിങ്ങിൽ ചെയ്തതുപോലെ സൈഡിൽ നിന്ന് 2.5 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് സാധാരണ പോലെ അരികെ മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പം നടുക്ക് നമ്മുടെ ആ ഓപ്പൺ വരുന്ന ഭാഗത്ത് ചിലപ്പോൾ ഞാൻ ബട്ടൺസ് വെച്ച് കൊടുക്കും. അതാകുമ്പോൾ നമുക്കിങ്ങനെ ഇതാക്കി വെക്കാമല്ലോ. അല്ലെങ്കിൽ മുകളിൽ മാത്രമായിട്ടൊരു ബട്ടൺ, അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം ഇതിപ്പം വെറുതെ വെച്ചിരിക്കുന്ന ഷാൾ കൊണ്ട് ഇങ്ങനെ ഒരു ടോപ്പാക്കിയെടുപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് ഇട്ടിട്ട് പോവാമല്ലോ. പിന്നെ ഞാൻ കുറേ നാളെ ഇതുപോലൊരു ജാക്കറ്റ് കുർത്തി സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അതും കൂടി നടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.